തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഓരോ പ്രഭാതവും ദൈവം മനുഷ്യനോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഇനി വീണ്ടും തുടങ്ങാം. രാത്രി എത്ര ഇരുണ്ടാലും പ്രഭാതം വരും. മരങ്ങൾ ഇലകൾ കൊഴിച്ചാലും വീണ്ടും തളിർക്കും. അതുപോലെ മനുഷ്യജീവിതത്തിലും ദൈവം പുതിയ തുടക്കങ്ങൾ നൽകുന്നു. പരാജയങ്ങൾ, പാപങ്ങൾ, നഷ്ടങ്ങൾ, തകർച്ചകൾ ഇവ ജീവിതത്തിന്റെ അവസാനമല്ല. ദൈവത്തിന്റെ കൈകളിൽ അവ പുതിയ തുടക്കമാകാം. എ ന്യൂ ബിഗിനിങ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:19. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. ഒന്ന്, ദൈവം പുതിയ തുടക്കങ്ങളുടെ ദൈവമാണ്. ഗോഡ് ഈസ് ദി ലോർഡ് ഓഫ് ന്യൂ ബിഗിനിങ്സ്. ബൈബിളിൽ ദൈവം പരാജയപ്പെട്ടവർക്കും തകർന്നവർക്കും പുതിയ തുടക്കം നൽകി. നോഹയ്ക്ക് പ്രളയത്തിന് ശേഷം പുതിയ ഭൂമി, മോശയ്ക്ക് മരുഭൂമിയിൽ പുതിയ ദൗത്യം, പത്രോസിന് വീഴ്ചയ്ക്ക് ശേഷം പുതിയ ശുശ്രൂഷ, പൗലോസിന് പീഡകനിൽ നിന്ന് അപ്പോസ്തോലനായുള്ള മാറ്റം. 2 കൊരിന്ത്യർ 5:17. ക്രിസ്തുവിലാണെങ്കിൽ പുതിയ സൃഷ്ടിയാണ് നാം. സഭാപിതാവായ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എഴുതുന്നു, എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ദൈവത്തിന്റെ കൃപ ഭൂതകാലത്തിൽ നമ്മെ ബന്ധിക്കില്ല, അത് ഭാവിയിലേക്ക് നമ്മെ നയിക്കും. 2, പുതിയ തുടക്കം മനസ്സിന്റെ പുതുക്കലാണ്. എ ന്യൂ ബിഗിനിങ് ഇസ് എ റിന്യൂവൽ ഓഫ് ദി മൈൻഡ്. പുതിയ തുടക്കം സ്ഥലം മാറ്റമല്ല, മനസ്സിന്റെ മാറ്റമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12:2. മനസ്സിന്റെ പുതുക്കലാൽ രൂപാന്തരപ്പെടുവീൻ. മനഃശാസ്ത്രപരമായി മനുഷ്യന് വീണ്ടും ഉയർന്നു വരുവാനുള്ള റെസിലിയൻസിനുള്ള കഴിവുണ്ട്. പ്രതിസന്ധി ജീവിതത്തെ അവസാനിപ്പിക്കണമെന്നല്ല, അത് പുതിയ അർത്ഥം നൽകുന്ന അനുഭവമാണ്. മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞു, when we are no longer able to change a situation, we are challenged to change ourselves. പുതിയ തുടക്കം ആദ്യം ഉള്ളിൽ തുടങ്ങണം. പുതിയ ചിന്തകൾ, പുതിയ പ്രത്യാശ, പുതിയ വിശ്വാസം. 3, പുതിയ തുടക്കം പ്രത്യാശയുടെ യാത്രയാണ്. എ ന്യൂ ബിഗിനിങ് ഇസ് എ ജേർണി ഓഫ് ഹോപ്പ്. ശൂന്യമായ കല്ലറ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തുടക്കമാണ്. ക്രൂശിൽ അവസാനിച്ചുവെന്ന് തോന്നിയ കഥ പുനരുത്ഥാനത്തിൽ പുതുതായി ആരംഭിച്ചു. വിലാപങ്ങളുടെ പുസ്തകം 3:22. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതാകുന്നു. ക്രിസ്തീയ ചിന്തകൻ C.S. ലൂയിസ് എഴുതുന്നു, യു കാൻ ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് ദി ബിഗിനിങ്, ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് വെയർ യു ആർ ആൻഡ് ചേഞ്ച് ദി എൻഡിങ്. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, ഫെയ്ത്ത് ഈസ് ദി ബേർഡ് ദാറ്റ് ഫീൽസ് ദി ലൈറ്റ് ആൻഡ് സിങ്സ് വെൻ ദ ഡോൺ ഈസ് സ്റ്റിൽ ഡാർക്ക്. ഇരുട്ടിനിടയിലും പ്രഭാതത്തെ വിശ്വസിക്കുന്നതാണ് പുതിയ തുടക്കത്തിന്റെ ആത്മാവ്. പ്രിയരെ, ഇന്ന് ദൈവം നമ്മോട് പറയുന്നു, നിന്റെ ഭൂതകാലം അവസാന വാക്കല്ല. നിന്റെ പരാജയം നിനക്ക് പുതിയ തിരിച്ചറിവാകുന്നു. നിന്റെ കണ്ണുനീർ പുതിയ പ്രത്യാശയുടെ വിത്താകുന്നു. ദൈവം ഇന്നും പുതിയ തുടക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടരുത്, വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. വെളിപാട് പുസ്തകം 21:5. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും ആത്മാവിലും ഒരു പുതിയ തുടക്കം നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.